രാജ്യത്ത് മഴ കനക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും മഴ മുന്നറിയിപ്പ് തുടരുന്നു. 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതിശക്തമായ മഴയിൽ നാശനഷ്ടവും മരണസംഖ്യയും ഉയരുകയാണ്. അസമിലെ പ്രളയത്തിൽ മരണം 87ആയി. മിക്ക വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും ഇപ്പോഴും ദുരിതം തുടരുന്നു. 7 ജില്ലകളിലായി 1.28 ലക്ഷം ആളുകൾ ഇപ്പോഴും ദുരിതത്തിലാണ്. കനത്ത മഴയെ തുടർന്ന് ജമ്മുകശ്മീരിലെ രജൌരിയിലും ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലും മണ്ണിടിച്ചിൽ രൂക്ഷം. ദേശീയ തലസ്ഥാനത്തും കനത്ത മഴ തുടരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ സമയത്ത് തന്നെയാണ് മഴ മുന്നറിയിപ്പ്. രാജ്യത്തെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മഴ അതിശക്തമായി തുടരുകയാണ്. പശ്ചിമ ബംഗാൾ, സിക്കിം, ഒഡീഷ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അടുത്ത 6 ദിവസം ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ബീഹാറിൽ അടുത്ത 3 ദിവസം വ്യാപക മഴയാണ് പ്രവചിക്കുന്നത്. ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. അസം, മേഘാലയ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ മൺസൂൺ ശക്തി പ്രാപിക്കുന്നതിനാലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയുള്ളത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.